ഹലോ ഗായ്സ്, ഇന്ന് നമ്മളൊരു റൂം ക്ലീനിങ് വീഡിയോ ആണ് കാണാൻ പോകുന്നത്. റൂമൊക്കെ ഭയങ്കര അലങ്കോലമായിട്ട് കിടക്കുകയാണ്. സത്യം പറഞ്ഞാൽ ക്ലീൻ ചെയ്യണമെന്ന് വിചാരിക്കും, തുടയ്ക്കുന്നുണ്ട്, പക്ഷേ എന്നാലും പൊടിയൊക്കെ നമ്മൾ വിചാരിച്ച പോലെ അങ്ങ് പോവില്ല. മോളുള്ളതുകൊണ്ട് എപ്പോഴും വൃത്തിയാക്കി വെക്കണമെന്ന് വിചാരിക്കും. ഇതിപ്പോൾ ഏട്ടനുള്ള ദിവസമാണ് എനിക്ക് വൃത്തിയാക്കാൻ പറ്റുള്ളൂ. മോള് വെച്ചിട്ട് എനിക്ക് തന്നെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഏട്ടന് ഫ്രീ ഉള്ള ദിവസം വേണം ക്ലീനൊക്കെ ചെയ്യാനായിട്ട്. എന്താ റൂമൊക്കെ കിടക്കുന്നുണ്ടല്ലോ ഭയങ്കര അലങ്കോലമായിട്ട്. ഇത് കെട്ടിയേക്കുന്ന തുണിയൊക്കെ, മുകളിലെ തുണിയൊക്കെ ചെറിയതായിട്ടൊക്കെ കൊണ്ടിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വേറെ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ റൂമിലിങ്ങനെ അഴയൊക്കെ കെട്ടി വെച്ചേക്കുന്നത്. ഇത് തീവ്രവാദിയല്ല, ഏട്ടനാണ്. ഏട്ടന് പൊടി അടിച്ചാൽ പെട്ടെന്ന് ജലദോഷമൊക്കെ വരും. അതുകൊണ്ട് ഇതാ ഫാനിലൊക്കെ നല്ലതുപോലെ പൊടിയുണ്ട്. ഇതിപ്പോൾ നമ്മൾ എപ്പോഴും തുടയ്ക്കുന്നതാണെങ്കിൽ പോലും റോഡിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ വീട്. അതുകൊണ്ട് ഈ വണ്ടിയൊക്കെ പോകുന്നതുകൊണ്ട് പെട്ടെന്ന് പൊടിയെല്ലാം കൂടി ജനലൊക്കെ തുറന്നിടുന്നുണ്ട്, നല്ലതുപോലെ പൊടിയൊക്കെ കയറുന്നുണ്ട്. അതുപോലെ മാറാല ഉണ്ടായിരുന്നു. ഇത് നമ്മൾ കട്ടിലൊക്കെ എടുത്ത് ഇതാക്കി വിട്ടിട്ടുണ്ട്. ഇതാ കുറേ പൊടിയുണ്ട്. ഇതൊക്കെ മാറ്റിപ്പോഴത്തേക്ക് നമുക്ക് നല്ല പൊടിയുണ്ട്. ഇതിപ്പോൾ ഏട്ടനാണെങ്കിൽ ഇതൊക്കെ കഴുകുകയാണ്. ജനലൊക്കെ ഫുള്ള് കഴുകി ഇറക്കുകയാണ്. അല്ല തുടച്ചെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പൊടിയൊന്നും പോകില്ല. മഴ ആയതുകൊണ്ട് ഇനിയിപ്പം വണ്ടിയൊക്കെ പോയാൽ അധികം പൊടിയൊന്നും ഉള്ളിലേക്ക് കയറിയാലല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ഇതെല്ലാം നല്ലതുപോലെ ഉരച്ച് കഴുകണം. ബ്ലീച്ചിങ് പൗഡർ ഇട്ടിട്ടാണ് കഴുകുന്നത്. ബ്ലീച്ചിങ് പൗഡർ ഇട്ട് കഴുകുമ്പം തെന്നില്ലല്ലോ. അത് ഫ്ലോർ ക്ലീനറൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ തെന്നൂലെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഏട്ടൻ ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇട്ട് കഴുകിക്കൊണ്ടിരിക്കുക. നോക്കുക എന്തോരം പൊടിയാണ്. തീ വണ്ടി പോകുന്നതിൻ്റെ പൊടി, പിന്നെ ഫാനിൽ നിന്നുള്ള പൊടിയൊക്കെയാണ്. ഭയങ്കര പാടാണ് കേട്ടോ. ഇതിപ്പോൾ എന്നെക്കൊണ്ട് തന്നെ പറ്റത്തില്ല. മോളെ വെച്ചുകൊണ്ട് എൻ്റെ ഏട്ടനുള്ളതുകൊണ്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുള്ളൂ. ഏട്ടനാണ് ഫുള്ള് ചെയ്യുന്നത്. കാരണം മോളെൻ്റെ കയ്യിലിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. റൂം ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര പാടാണ് റൂം ക്ലീൻ ചെയ്തെടുക്കുക. തുടയ്ക്കുക തന്നെ ഭയങ്കര പാടാണ്. അത് ഫുള്ള് ഇറക്കി കഴുകിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് കണ്ടില്ലേ. ഇപ്പോൾ തന്നെ അത്യാവശ്യം ഏട്ടനകത്ത് ഈ വൈപ്പർ കൊണ്ട് ഇപ്പം അടിച്ചങ്ങ് കളയുക ചെയ്തത് വെള്ളം. നമുക്ക് ഇതിന് ഓവില്ലാത്തതുകൊണ്ട് കുറച്ച് പാടാണ്. ഇതുണ്ടല്ലോ വെള്ളം ഒഴിച്ച് ആ ബ്ലീച്ചിങ് പൗഡർ ഇട്ട് കഴിയതിന് ശേഷം നമ്മൾ ഡെറ്റോൾ ഒഴിച്ച് ഇതാ നല്ലതുപോലെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കതകിൻ്റെ പുറകിലൊക്കെ കുറേ പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ജസ്റ്റ് വെള്ളം ഒഴിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇത് കണ്ടില്ലേ. ഇതപ്പോൾ അങ്ങനെ വടിച്ച് കളയുക ചെയ്യുക. അത് കഴിഞ്ഞ് അവസാനം തുടയ്ക്കുക ചെയ്യുക. ഭയങ്കര പാടാണ്. ഇതിപ്പോൾ എന്നെക്കൊണ്ട് തന്നെയാണെങ്കിൽ കഴിയത്തില്ല. മോളുള്ളതുകൊണ്ട് റൂം എപ്പോഴും ഇങ്ങനെ വൃത്തിയാക്കി വെക്കുന്നതാണ്. ഇതിപ്പോൾ 2-3 മാസമായി നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട്. ഇത് അവസാനം നമ്മൾ കട്ടിലൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. അലമാരയൊക്കെ കുറച്ച് സ്ഥലമൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പം നോക്ക്, നേരത്തെ കണ്ടതുപോലാണ് ഇപ്പോൾ റൂം ഇരിക്കുന്നത്. എന്താ കട്ടിലൊക്കെ ഇട്ട് വിരിയൊക്കെ വെച്ച് ഇപ്പോൾ ഫൈനലായിട്ട് നോക്കുമ്പം ആദ്യം കണ്ട റൂം പോലാണ്. കുറേ നല്ല വ്യത്യാസമില്ല, നല്ല വൃത്തിയായിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.